നമ്മളെല്ലാവരും തന്നെ 3 ഇഡിയറ്റ്സ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാകും. അമീർ ഖാൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സിനിമ. എന്നാൽ ആ സിനിമ ആരെ ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, സോനം വാങ്ചുക് എന്ന മനുഷ്യനെ ഇൻസ്പയർ ചെയ്ത്, അയാളുടെ ജീവിതത്തെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയൊരു സിനിമയാണ് 3 ഇഡിയറ്റ്സ് എന്ന ചിത്രം. ഇപ്പോൾ ഈ സോനം വാങ്ചുക് എവിടെയാണ്? അദ്ദേഹം ഇപ്പോൾ ജന്തർ മന്ദറിൽ നിരാഹാരം കിടക്കുകയാണ്. ഇന്ന് 17ാമത്തെ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ വഷളായി കഴിഞ്ഞു. നിരാഹാരം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കിലോയിൽ നിന്ന് 8 കിലോയിൽ കൂടുതൽ ഇപ്പോൾ അദ്ദേഹത്തിന് കുറഞ്ഞുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തിനാണ് സോനം വാങ്ചുക് അടക്കമുള്ളവർ നിരാഹാരം കിടക്കുന്നത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സോനം വാങ്ചുക് നിരാഹാരം കിടക്കുന്നത്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടു വന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവ സംഘടനയ്ക്കൊപ്പമാണ് സോനം വാങ്ചുക് ഉള്ളത്. എന്നാൽ ഈ നിരാഹാരത്തിന് ആരെങ്കിലും, നമ്മുടെ സർക്കാരോ ഭരണകൂടമോ എന്തെങ്കിലും അക്നോളജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. നാഷണൽ മീഡിയാസ് ഒന്നും തന്നെ ഈ പ്രൊട്ടസ്റ്റ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഇവർ പറയുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച 83ാമത്തെ തവണ എന്തുവാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചോദ്യപേപ്പർ ചോരുന്നത്. അതിൻ്റെ പേരിൽ 16ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത്. നാഷണൽ മീഡിയാസ് ഒന്നും ഇത് എടുക്കത്തില്ല എന്നത് സത്യം മാത്രം. കാരണം അവരെല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ പാവകളായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവരെല്ലാം ഭരണകൂടത്തിന് വേണ്ടി PR ചെയ്യുന്ന തിരക്കിലാണ്. ഭരണകൂടത്തിനെ വിമർശിക്കുന്നവരെ ആൻറ്റി നാഷണൽ ആക്കുകയും തീവ്രവാദിയാക്കുകയുമാണ് നാഷണൽ മീഡിയാസ് ചെയ്യുന്നത്. ഇവിടുത്തെ സെലിബ്രിറ്റീസ് ഇപ്പോൾ എന്താണ് പറയുന്നത്? 2014 മുമ്പ് വരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സെലിബ്രിറ്റീസ് എല്ലാം ഇപ്പോൾ മൗനത്തിലാണ്. സോനം വാങ്ചുക്കിന്റെ ജീവിതമെടുത്ത് സിനിമയാക്കിയ അമീർ ഖാനോ അതിൻ്റെ സംവിധായകനോ പോലും ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. ആ സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത ഒരാൾ മാത്രമാണ് സോനം വാങ്ചുക്കിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചത്. നീറ്റ് എക്സാം മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ CBSE 12ാം ക്ലാസ് എക്സാമിലെ പൊരുത്തക്കേടുകൾ നമ്മൾ കണ്ടതാണ്. അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്? എഴുതിയ കുട്ടികൾക്ക് മാർക്കില്ല. അവർക്ക് 2, 3, 10 മാർക്കൊക്കെയാണ് ലഭിച്ചത്. അവസാനം റീവാല്യൂഷന് പേപ്പർ എടുത്തപ്പോഴാണ് അവർ അറിഞ്ഞത് ഇത് തങ്ങൾ എഴുതിയ പേപ്പർ അല്ലാന്ന്. അതിൻ്റെ പേരിൽ അവർ ശബ്ദമുയർത്തേന് 16 വയസ്സോളം മാത്രമുള്ള കുട്ടികളെ പാകിസ്ഥാനികളാക്കാനാണ് ഇവിടുത്തെ നാഷണൽ മീഡിയയും ഹിന്ദുത്വവാദികളും ശ്രമിച്ചത്. അതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ സോനം വാങ്ചുക് നിരാഹാരം കിടക്കുന്നത്. നമ്മൾ ഒരു സർക്കാരിനെ ഭരണത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള യാതൊരു അക്കൗണ്ടബിലിറ്റിയും എടുക്കാറില്ല. കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അമ്പലത്തിൽ BJPയുടെ അല്ലെങ്കിൽ മോദിയുടെ ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രിയായിരുന്നതിനുള്ള ആഘോഷത്തിലായിരുന്നു. എന്ത് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയാണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇത്തരത്തിലുള്ളൊരു നേതാവ് നമ്മളെ ഭരിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക്കും അഭിഷേക് ദീപ്കയും എല്ലാം തന്നെ ഇപ്പോൾ സമരത്തിലിരിക്കുന്നത്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം കാരണക്കാരായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഭരണകൂടമോ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. അവരെല്ലാം ഈ സമരം ചെയ്യുന്നവരെ ആന്റി നാഷണലും തീവ്രവാദികളുമായി മുദ്ര കുത്താൻ നടക്കുകയാണ്. അവർക്കെതിരെ പ്രൊപ്പഗാൻഡ പരത്താൻ നടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഒരു ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ അത് രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതല്ല. രാജ്യം വേറെ, ആ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടി വേറെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അവർ പ്രതിഷേധിക്കുന്നത് രാജ്യത്തിനെതിരായിട്ടല്ല, നാളത്തെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. നാളത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ കുട്ടികൾ. അതിൽ 16ഓളം കുട്ടികളാണ് ഇപ്പോൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അവർക്ക് നീതി ലഭിക്കണം. സോനം വാങ്ചുക് അതിനു വേണ്ടിയാണ് പോരാടുന്നത്.